സമാഹിത തസ്യാഹം സകലാം ബാധ നാശയിഷ്യാമി അസംശയം. രണ്ട് ശ്ലോകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, താരക മന്ത്രങ്ങളായിട്ട് പറയുന്നത്. ഒന്ന് ശൂലേലപാത്തിനും ദേവി, പിന്നെ രാ ത എന്ന രണ്ട് മരണസംബന്ധമായിട്ടുള്ള ബീജാക്ഷരങ്ങൾ ഇല്ലാത്ത മറ്റൊരു ശ്ലോകമാണ് ഇത്. ഏഭിസ്തവൈസ്തു മാം നിത്യം പ്രോഷ്യദേയ സമാഹിത. 12-ാം അധ്യായം ദേവീചരിത മഹാത്മ്യത്തിൽ ആദ്യത്തെ ശ്ലോകമാണ്. ഏകാഗ്ര മനസ്സായി ഈ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ സ്തുതിക്കുന്നവന്റെ എല്ലാ ആപത്തുകളെയും ഞാൻ നശിപ്പിക്കും, ഇത് അസംശയം. ദേവി പ്രതിജ്ഞ ചെയ്യുന്ന ശ്ലോകം. ഒരു ഭക്തൻ ഈ ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനെ ദേവി അനുഗ്രഹിക്കുന്നുള്ളത് തീർച്ചയായും ഉറപ്പിച്ച് ദേവി പറയുകയാണ്. അതാണ് നാശയിഷ്യാമി അസംശയം, നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. 13-ാം അധ്യായം സുരഥ വൈശ്യയോർ വരദാൻ. സുരഥൻ എന്ന് പറയുന്ന വൈശ്യൻ, മഹാരാജാവും സമാധി എന്ന വൈശ്യനും, ഈ രണ്ടു പേരുടെ കഥയാണ് ദേവി മഹാത്മ്യം. ഈ കഥയിലേക്ക് നമ്മൾ ഒന്നും തന്നെ പോയിട്ടില്ല. ഇതിന്റെ ആമുഖമായിട്ട് ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുരഥ മഹാരാജാവും സമാധി എന്ന വൈശ്യനും രണ്ടുപേരും തീവ്ര തപസ്സാണ് ചെയ്തത്. തപസ്സില് മറ്റുള്ള മൃഗങ്ങളുടെ രക്തമല്ല അവർ പൊമിച്ചത്, അവരുടെ രക്തം തന്നെ പൊമിച്ചു. ഈ സമയത്ത് ദേവി മുമ്പിൽ വന്ന് നിന്ന് വരം കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തീവ്ര തപസ് നമ്മളും ചെയ്യണമെന്നാണ് ഇതിന്റെ സന്ദേശം. മന്ത്രകഠിനമായ ശ്ലോകങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ അവ ഉളവാകുന്ന പ്രകമ്പനങ്ങൾ ദേവതകളെ ഉണർത്തുന്നു. ഈ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന മുഴുവനും മന്ത്രങ്ങളാണ്. ഇത് വായിക്കുന്ന സമയത്ത് ആ പരിസരത്ത് സ്പന്ദനമുണ്ടാകുന്നു. ദേവത സ്പന്ദിക്കുന്ന സമയത്ത് ആ പരിസരം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്നു. സ്പന്ദിപ്പിക്കുന്ന ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അവരുടെ മനസ്സിലും ശരീരത്തിലും ആ പ്രകമ്പനങ്ങൾ ആരോഗ്യകരമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. ദേവി മഹാത്മ്യം പറയുന്നതിനും പ്രാധാന്യം കേൾക്കുന്നതിനാണെന്ന് മനസ്സിലാക്കുക. പാരായണം ചെയ്താൽ ഏത് ആഗ്രഹവും സാധിക്കാം. ആഗ്രഹം ധർമ്മവിരുദ്ധമാണെങ്കിൽ, ഉപാസകന് ദോഷം വരുത്തുന്നതോ ആണെങ്കിൽ ആഗ്രഹം മനസ്സിൽ നിന്നും ക്രമമായി മറഞ്ഞു തുടങ്ങും. ഇതാണ് ഇതിന്റെ രഹസ്യം. എനിക്ക് 12 കോടി ലോട്ടറി അടിക്കണേ ദേവി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. എനിക്കതിന് തലയിലെടുത്തില്ലെങ്കിലും ദേവി തന്നെ മോനെ നിനക്കത് വിധിച്ചിട്ടില്ല, നീ പിന്മാറുക എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ദേവി ഉണ്ടാക്കി തരും. ഇതാണ് ഇതിന്റെ വാരാഹി തന്ത്രത്തില് ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, ഈതിബാധ ശമനത്തിന് 3 ആവർത്തർച്ചയായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് ദേവി മഹാത്മ്യം സമൂഹമായിട്ട് 3 പ്രാവശ്യം ഒരുമിച്ച് തുടർച്ചയായി വായിച്ചു തീർത്തു കഴിഞ്ഞാൽ ആ മഴ നിൽക്കുമെന്നാണ് പറയുന്നത്. ഗ്രഹദോഷ ശമനത്തിന്, വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷങ്ങൾ അത് തച്ചുശാസ്ത്ര പ്രകാരമോ ഭൂമി സംബന്ധമോ ആയിട്ടുണ്ടെങ്കിൽ 5 പ്രാവശ്യം വായിക്കുമ്പോൾ അത് മാറും. തുടർച്ചയായിട്ട് വായിക്കും. മഹാഭയം ഉണ്ടാകുമ്പോൾ 7 ആവൃത്തി, ശാന്തി കിട്ടുവാൻ 9 ആവൃത്തി, പ്രാണഭയ നിവാരണത്തിന് 11 ആവൃത്തി. ഇങ്ങനെ വ്യത്യസ്തമായി പല ഫലങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഞാൻ പറയുന്നില്ല. യാഗങ്ങളിൽ വെച്ച് അശ്വമേധം എപ്രകാരമാണോ അതുപോലെയും, ദേവന്മാരിൽ വെച്ച് വിഷ്ണു ഭഗവാൻ എപ്രകാരമാണോ അതുപോലെയും ദേവി മഹാത്മ്യം എന്ന സപ്തശതി സ്തവം എല്ലാ സ്തവങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാകുന്നു. യഥാ അശ്വമേധ ക്രതുഷു ദേവാനാം ച യഥാ ഹരിഹി സ്തവാനാമപി സർവേഷാം തഥാ സപ്തശതി സ്തവഃ. ഇത് 2 മഹർഷിമാരാണ് ഇതിൽ ബന്ധപ്പെട്ടത്. മഹർഷിമാര് എന്താണ് നമ്മളോട് പറയുന്നത്? അവരുടെ അനുഭവം, സാക്ഷാത് അനുഭവേ ദൃഷ്ട, അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ തന്നിരിക്കുന്നത്. ന ശ്രുതഃ, ആ മഹർഷിമാർ ഇത് കേട്ടു പഠിച്ചതല്ല. ന ഗുരുദർശിതഃ, അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തതല്ല. സാക്ഷാത് അനുഭവേ ദൃഷ്ട ന ശ്രുതഃ, അവരത് എവിടെ നിന്നോ കേട്ടു പഠിച്ചതല്ല. അവരുടെ ഗുരുക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തതല്ല. യോഗാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം, ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ഇത് മുഴുവനും അവർ പ്രദർശിപ്പിച്ചു തന്നിരിക്കുന്നു. ആ മാർക്കണ്ഡേയ പുരാണത്തിലും വ്യാസമഹർഷി രചിച്ചു തന്ന ഗ്രന്ഥത്തെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി ഇതിന്റെ ഫലശ്രുതിയും കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അഷ്ടമ്യാം ച ചതുർദശ്യാം നവമ്യാം ച ഏകചേതസഃ ന ഭവിഷ്യതി ദാരിദ്ര്യം ന ചൈവ ഇഷ്ടവിയോജനം. ദേവി തന്നെ പറയുകയാണ്,
എല്ലാ ദിവസവും നിങ്ങൾക്ക് വായിക്കേണ്ട. അഷ്ടമി ദിവസം നിങ്ങൾ വായിക്കൂ, ചതുർദശി ദിവസം വായിക്കൂ, നവമി ദിവസം വായിക്കൂ. ഏകചേതസഹ, ഏകാഗ്രതയോടുകൂടി നിങ്ങൾ വായിച്ചാൽ ന ഭവിഷ്യതി ദാരിദ്ര്യം, നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുകയില്ല. നചൈവ ഇഷ്ടവിയോജനം, ഇഷ്ടജനങ്ങൾ നിങ്ങളിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോവുകയില്ല. ദാമ്പത്യ ബന്ധം ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ദേവി മഹാത്മ്യം നിത്യപാരായണം അല്ലെങ്കിൽ അഷ്ടമി, നവമി, ചതുർദശി ദിവസങ്ങളിൽ വായിക്കണം. ഈ പ്രത്യേകം ദേവി തന്നെ പറയുകയാണ്, നവരാത്രി കാലത്ത് ഇത് വായിക്കണം. നവരാത്രി കാലത്ത് ദേവി വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ശരത്കാലേ മഹാപൂജ മമ ഏതത് മഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിതഃ സർവബാധാ വിനിർമുക്തോ ധനധാന്യ സുധാന്യതഃ. നിങ്ങൾ സംശയിക്കേണ്ട ദേവിയുടെ വാഗ്ദാനമാണ് ഇത്. ദേവി തന്നെ പറയും, ശരത്കാലേ മഹാപൂജ, ശരത്ത് നവരാത്രി കാലത്ത് മമ ഏതത് മഹാത്മ്യം, ഈ ദേവി മഹാത്മ്യം എന്ന ഈ ഗ്രന്ഥം, എന്റെ ഗ്രന്ഥം, എന്നെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ്. ശ്രുത്വ ഭക്തി സമന്വിതഃ, നിങ്ങൾ കേൾക്കുക എന്നാണ് പറഞ്ഞത്. ഒരാളത് വായിക്കുക, മറ്റെല്ലാവരും കേൾക്കുക. കേൾക്കുന്നതിനാണ് പ്രാധാന്യം, വായിക്കുന്നതിനും പ്രാധാന്യം കേൾക്കുന്നതിന്. അങ്ങനെയുള്ള ആ കേൾക്കുന്നവര് എന്താണ് സംഭവിക്കുന്നത്? സർവബാധാവിനിർമുക്ത, എല്ലാ ബാധകളിൽ നിന്നും വിശേഷണ മോചിപ്പിക്കപ്പെടുന്നു. സാമാന്യനല്ല മോചിപ്പിക്കുന്നത്, വിശേഷണ മോചിക്കപ്പെടുന്നു. ധനധാന്യ സുധാന്യത, ധനം, ധാന്യസമൃദ്ധി, സുതം, സന്താനം, സന്താനാഭിവൃദ്ധി. സന്താനങ്ങൾ പറഞ്ഞാൽ അനുസരിക്കണമെങ്കിൽ ഇത് വായിക്കുക. ഗെയിം കൂടുതൽ കളിക്കുന്ന സന്താനങ്ങൾ ഉണ്ടെങ്കിൽ ദേവി മഹാത്മ്യം ഒന്ന് വായിച്ചു നോക്കുക, അവരുടെ ബുദ്ധിക്ക് മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മനുഷ്യോ മത്പ്രസാദേന, അങ്ങനെയുള്ള മനുഷ്യൻ, ഇത് കേൾക്കുന്ന മനുഷ്യൻ എന്റെ പ്രസാദം കൊണ്ട് ഭവിഷ്യതി ന സംശയത, എന്റെ പ്രസാദം ഉണ്ടാകും, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ദേവി ഉറപ്പ് തന്നിരിക്കുക. ഈ ദേവിയെ മാതൃഭാവത്തോടുകൂടി പൂജിക്കുക. അമ്മയുടെ ആ മാതൃഭാവമാണ് ദേവിക്കുള്ളത്. മാതൃഭാവത്തെ പറ്റി പറയുന്നത്, മകന്റെ നന്മയ്ക്ക് എപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠം അനുഷ്ഠിപ്പൂ ജനനീ കർമ്മയോഗിനി. താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാ. അദ്വൈതത്തിന്റെ തത്വം ആദ്യം ബോധിച്ചത് അമ്മയാണ്, അച്ഛനല്ല. ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി പുറത്തു വന്നതിന് ശേഷം മുറിച്ചു കഴിഞ്ഞാലും അമ്മയുടെയും സന്താനത്തിന്റെയും ബന്ധം വിട്ടുപോകുകയില്ല. പിതാവിന്റെ ബീജസങ്കലനം ചെയ്തതിനു ശേഷം പിതാവും സന്താനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു. 9 മാസം ഗർഭപാത്രത്തിൽ കിടന്ന് ശ്വാസഗതിക്ക് അനുസരിച്ച് കുട്ടിയുടെ ശ്വാസഗതി സംഭവിക്കുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പൊക്കിൾ കൂടി മുറിച്ച് ബന്ധം വേർപെടുത്തിയാലും ഒരു കാരണവശാലും ബന്ധം വേർപെടുകയില്ല എന്ന് ഭാരതത്തിലെ മഹർഷിമാർ പറഞ്ഞു തന്നിരിക്കുന്നു. അസ്നാവില പാരസ്പര്യം എന്നാണ് ഇതിന്റെ പേര്. സ്നായു എന്ന് പറഞ്ഞാൽ ഞരമ്പ്, അസ്നായു ഞരമ്പില്ലാത്ത ബന്ധം, അസ്നാവില പാരസ്പര്യം. ദൂരെ ഇരിക്കുന്ന കുട്ടികളുടെ സ്പന്ദനാവസ്ഥ അമ്മമാർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ മഹർഷിമാർ എഴുതി വെച്ചിരിക്കുന്നതിന് ഒരു പരീക്ഷണം ചെയ്തു ജർമ്മനി. വരാതെ ജപിക്കുക. ഗൃഹസ്ഥൻ കിഴക്കോട്ട് തിരിഞ്ഞും യോഗികൾ ദക്ഷിണാമൂർത്തിയെ അഭിമുഖീകരിച്ച് വടക്കോട്ട് തിരിഞ്ഞുമാണ് ഇരിക്കേണ്ടത്. ദേവി മഹാത്മ്യത്തിന്റെ തുടക്കം മാ എന്ന അക്ഷരത്തിലും അവസാനം മനു എന്ന പദത്തിലുമാണ്. മനു എന്നാൽ മന്ത്രം. ദേവി ഉവാച എന്നോ മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞാൽ പോലും അതിനെയും ഉവാച മന്ത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അത്രമേൽ പവിത്രമാണ് ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം. മധുകൈടഭന്മാർ എന്ന 2 അസുരശക്തികളെ ദേവി വധിച്ചു എന്ന് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ വ്യംഗ്യത്തിൽ അത് നമ്മുടെ പരമാത്മസ്വരൂപത്തെ മറയ്ക്കുന്ന ആവരണം, വിക്ഷേപം എന്നിവയെ അമ്മ ഹനിക്കുന്നു എന്നും മനസ്സിലാക്കണം. ഇതിലെ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലപ്രാപ്തിയെക്കുറിച്ചും പ്രഭാഷകൻ വിശദീകരിച്ചു. ദേവീ മന്ത്ര ഉപാസകന്മാർക്ക് കർമ്മവാസനകളെയും കാമവാസനകളെയും ആപത്തുക്കളെയും നശിപ്പിച്ച് സർവഥാ രക്ഷ നൽകുന്നു. ഇത് പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ പ്രകമ്പനം പരിസരത്തെയും ശ്രോതാക്കളെയും പവിത്രീകരിക്കുന്നു. മഹർഷിമാർ സ്വന്തം അനുഭവത്തിലൂടെ ലോകോപകാരാർത്ഥം രചിച്ചതാണ് ഈ ഗ്രന്ഥം. ലൗകികവും ആത്മീയവുമായ സർവതോമുഖമായ അഭിവൃദ്ധിക്കുതകുന്ന മഹത് ഗ്രന്ഥത്തെയാണ് ശ്രീ ജ്യോതിസവർകൾ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചു തന്നത്.
ഏകാഗ്ര ദൃഢചിത്തയായി മക്കളുടെ ക്ഷേമത്തിനായി നിലകൊള്ളുന്ന അമ്മയായ പരാശക്തി, ആ ശക്തിയുടെ ഉപാസനയ്ക്കപ്പുറം നമുക്ക് എന്താണ് കരണീയമായിട്ടുള്ളത്? ദേവീ മഹാത്മ്യത്തെ കുറിച്ച് പ്രസക്തമായ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ചെയ്ത വിശദമായ പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അമൂല്യമായ അറിവുകൾ പകർന്നെന്ന് ശ്രീ ജ്യോതിസ് അവർക്ക് പെരുവാരം ഭക്തജന സമിതി ആദരവോടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വിജ്ഞാനപ്രദമായ അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി, വിനീത നമസ്കാരം. നാളെ 40-ാം ദിവസം സംഗീതാർച്ചന നടത്തുന്നത് ശ്രീ അർജുൻ കൃഷ്ണ തുമ്പൂർ. 7 മണിക്ക് പ്രഭാഷണം നടത്തുന്നത് ശ്രീ കാഭ സുരേന്ദ്രൻ, എറണാകുളം. വിഷയം കുടുംബസങ്കല്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. സംസാരിക്കേണ്ടി വരും. വ്യക്തി, സമഷ്ടി, അല്ലെങ്കിൽ സ്ഥൂലം, സൂക്ഷ്മം, ഇത് പറഞ്ഞു തീരാവുന്ന ഒരു വിഷയമല്ല. ഭാരതീയ തത്വശാസ്ത്രങ്ങളിലെ അതിഗഹനമായ, അതിഗംഭീരമായ, ആഴവും പരപ്പുമേറിയ ഈ വലിയൊരു വിഷയം എങ്ങനെ ഈ 1 മണിക്കൂറുള്ള ഇത്ര ചടുലമായ ഭാഷയിൽ വളരെ എനർജൈസിംഗ് ആയിട്ടുള്ള സംഭാഷണത്തെ കൂടെ അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്നു. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആശയങ്ങളുമാണ് പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള തൽപരരായിട്ടുള്ള ഈ പെരുവാരം ഭക്തജന സമിതിക്ക് കിട്ടിയത്. അത് പറയാതിരിക്കാൻ ഈ സന്ധ്യ ധന്യയാക്കിക്കൊണ്ട് വളരെ ധന്യമായൊരു പ്രഭാഷണം ആസ്വദിച്ചതിന്റെ ഒരു സുഖം, അതിന്റെ ഒരു മാനസികമായ ഒരു അറിവ് ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു ത്രില്ല് എന്ന് തന്നെ പറയണം. അത് ഒരു അപാരമാണ്. അത് സത്യത്തിൽ ഈശ്വരിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ പരബ്രഹ്മമായ പരംപുരുഷനിലേക്ക് എത്തുന്നത് ഗുണത്രയങ്ങളാകുന്ന സത്വ രജസ് തമോ ഗുണങ്ങളുടെ ആവരണത്തോടുകൂടി ആ ബൾബിന്റെ ഉദാഹരണമൊക്കെ വളരെ ലളിതമായിട്ട് അത് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ സാർ അങ്ങയുടെ പ്രഭാഷണത്തിന്റെ ആശയം പിടികിട്ടിയത്. അല്ലെങ്കിൽ ജീവ ബ്രഹ്മൈവനെ പറയാവുന്ന ഒരു ഒറ്റ വാക്യം കൊണ്ട് ചിലപ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പൊ ഇത്രയും ജീവഭാവമാണ് സത്യത്തിൽ ഭൗതിക മനുഷ്യന്റെ ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞത്. ഭൗതിക ജീവൻ എന്ന് പറയുന്നത് ജീവഭാവമാണ്. അപ്പൊ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ, അർജുന ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നതെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആശയത്തിന്റെ ഒരു അവസാനത്തെ അറ്റം വരെ വളരെ വളരെ ഗംഭീരമായിട്ട് തിരിച്ചു തന്നു. കാരണം ജീവഭാവവും ജീവസ്വരൂപവും തമ്മിലുള്ള വ്യത്യാസം വളരെ അടിസ്ഥാനപരമായിട്ട് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ ജീവഭാവത്തിനെ മോക്ഷമുള്ളൂ, ജീവസ്വരൂപത്തിന് മോക്ഷം വേണ്ട. കാരണം അതുകൊണ്ടാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള, അതായത് കാണാതെ പോകുന്ന അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള, മിഥ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഭൗതികമായ സാഹചര്യത്തിൽ ഒന്നും മിഥ്യയല്ല, എല്ലാം യാഥാർത്ഥ്യമാണ്. തൊട്ടാ നമുക്ക് നോവും, ഇല്ലേ? അപ്പൊ അത് നമ്മൾ ആറ്റത്തിന്റെ കണിക എടുക്കുമ്പോൾ ആ ഇലക്ട്രോണിക്സ് ആറ്റത്തിന്റെ ആ ന്യൂക്ലിയസില് ചുറ്റും കറങ്ങുന്ന, അതിവേഗം കറങ്ങുന്ന ബോസോൺ കണികയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് അതിവേഗം കറങ്ങുന്നു എന്ന് പറയുന്നു. ഈ കറങ്ങുന്നവരെ ശാസ്ത്രം എത്തിയിട്ടുള്ളൂ. എന്തുകൊണ്ട് കറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ അത് ഉത്തരം മുട്ടുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അവര് സയന്റിസ്റ്റ് പറയുന്നത്, ഗവേഷകർ പറയുന്നത് അത് നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞാൽ സാധാരണ നാച്ചുറൽ ആയിട്ടൊരു പ്രതിഭാസമാണ്. അതല്ല ഇലക്ട്രോണിക്സും ഇലക്ട്രോണും ന്യൂട്രോണും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും, ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറയുമ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ ആശയം ഉൾക്കൊള്ളണമെങ്കിൽ ഇതുപോലെ ലളിതമായ ഒരു സംവേദനം ഇല്ലെങ്കിലൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും വളരെ ഭംഗിയായി ഒരുപാട് അതിനെപ്പറ്റി പറയാൻ ഒരുപാട് പറയേണ്ടി വരും. എന്തായാലും വളരെ ഗഹനമായ ഒരു അറിവാണ് നമുക്ക് ശ്രീ ബിജു അവറുകൾ സമ്മാനിച്ചത്. ഈ ശ്രോതാക്കൾ എല്ലാവരും തന്നെ അത് കേട്ട് വളരെ ധന്യരായി എന്നാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. ഇത്രയും നല്ലൊരു അറിവ്, ഇത് വളരെ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച പോലെ താരതമ്യേന ഏത് സമൂഹമായാലും സാമ്പത്തികമായി താഴേക്ക് പോയാൽ ചവിട്ടി മതിക്കപ്പെടും അവർ മറ്റുള്ളവർ. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യും, അതേപോലെ കച്ചവടം ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു. ഇവിടെ വലിയൊരു കുഴപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച്. അച്ഛനമ്മമാര് കുട്ടികളോട് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കും, നല്ലോണം പഠിക്കൂ, നല്ലോണം പഠിച്ചിട്ട് ഒരു ജോലി വാങ്ങണം, ശമ്പളം വാങ്ങണം, ആ സേഫായിട്ടില്ല. ശമ്പളം വാങ്ങുന്നത് എപ്പോഴും മറ്റൊരുവരെ ആശ്രയിച്ചിട്ടായിരിക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞില്ല, മക്കളെ പഠിക്കൂ, ശമ്പളം വാങ്ങുന്നത് പറയാം. പക്ഷെ അതോടെ ഒന്നിച്ച് മക്കളെ നല്ലപോലെ പഠിക്കൂ, കച്ചവടം ചെയ്യൂ, ധാരാളം ബിസിനസ് ചെയ്യൂ, ഒരുപാട് ഇൻഡസ്ട്രീസ് തുറന്ന് നല്ലപോലെ കൃഷി ചെയ്യൂ, ഭൂമി വിറ്റ് നശിപ്പിക്കരുത്. ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം കുട്ടികളെ. തൊഴിൽ മേഖല വേണ്ടെന്ന് പറഞ്ഞില്ല, എല്ലാ മേഖലയിലും വേണം, എല്ലാ മേഖലയിലും. സാമ്പത്തികമായി ശക്തി വേണം, വ്യക്തി എന്ന രീതിയിലും കുടുംബം എന്ന രീതിയിലും സമാജം എന്ന രീതിയിലും. സംസ്കാരം അനുഷ്ഠാനങ്ങളെ കൊണ്ടും ശാസ്ത്രബോധത്തെ കൊണ്ടും നേടണം.
ജീവിതത്തിൽ ദിവസവും പ്രാഥമികങ്ങളായ ആചരണങ്ങളെങ്കിലും മുറുകെ പിടിക്കണം. നാമജപം മന്ത്രജപം ഇല്ലാത്ത വീടുകൾ ഉണ്ടാകരുത്. നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പകർന്നു നൽകണം. എന്ത് ചെയ്യണമെന്ന് അച്ഛനും അമ്മയും കാണിച്ചു കൊടുക്കണം. അങ്ങനെ സംസ്കാരത്തെ പകർന്നു നൽകി നമ്മുടെ സംസ്കാരത്തിന്റെ മഹിമ അവർ ബോധിക്കണം. സ്കൂളുകളിൽ, കോളേജുകളിൽ നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കുന്ന രീതിയിൽ, വിമർശിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ചൂളിപ്പോകുന്നവരാവരുത് നമ്മുടെ മക്കൾ. അവരെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എപ്പോഴും ഡിഫൻസ് സൈഡിൽ നിൽക്കുന്നവരാവരുത്. എപ്പോഴും ഡിഫൻസീവ് ആവുക വേണ്ട. എന്തിനാണത്? ദൗർബല്യമാണ്. സംസ്കാരത്തിന്റെ ഉപാസകരാകട്ടെ. സന്താനം പ്രധാനമാണ്. ഇവിടെ വളരെ അപകടകരമായൊരു രീതിയിലാണ് കേരളത്തിൽ നിഗതി. കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ സമൂഹത്തിൽ എല്ലാവരും സ്വീകരിക്കട്ടെ. ഇത് ഹിന്ദു കുടുംബത്തിൽ മാത്രം ഒരു കുട്ടി, ക്രിസ്ത്യൻ കുടുംബത്തിലും ഒരു കുട്ടി, മുസ്ലിം കുടുംബത്തിൽ 6-7 കുട്ടികൾ. ഈ അവസ്ഥ മാറിയേ മതിയാണ്. ഒന്നുകിൽ എല്ലാവരും കുടുംബാസൂത്രണ മാർഗം ഉപയോഗിക്കണം, അല്ല കാലം നിർണയിക്കാനാവാത്ത സംഹിത. 10,552 മന്ത്രങ്ങളുണ്ട് ഋഗ്വേദ സംഹിതയിൽ. ആ 10,552 മന്ത്രങ്ങളെ ഉപദേശിച്ചിട്ട് അവസാനം നമുക്ക് ഋഷീശ്വരന്മാർ നൽകിയ സന്ദേശം എന്താണ്? സംഗച്ഛധ്വം, നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. സംവദധ്വം, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. നോക്കൂ, ഒന്നിച്ച് നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. സംഭവം അനാംസികാരത. നിങ്ങളുടെ എല്ലാ മനസ്സ് നന്നായി തീരട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഋഗ്വേദ സംഹിത 10,500 ചില്ലുവാൻ മന്ത്രങ്ങളിലൂടെ വിസ്തൃതമായ അനേകം ദേവതാ സ്തുതികളെയും തത്വനുസൃതങ്ങളായ കർമ്മങ്ങളെയും മധ്യ പല ധാർമ്മിക ആശയങ്ങളെയും എല്ലാം ഉപദേശിച്ചിട്ട് അവസാനം നമ്മളോട് പറയുന്നതില്ല. മനുഷ്യ സമൂഹത്തിൽ നൽകുന്ന ഉപദേശമില്ല. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ. നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ. അത് വിസ്മരിച്ചു നമ്മൾ. പകരം നമ്മൾ ഭിന്നിച്ചു കഴിഞ്ഞു. ഈ ദേവതോപദേശം പരമമായ വേദോപദേശം നമ്മൾ മറന്നിട്ട് നമ്മൾ കേവലം ഇത് ചൊല്ലുന്നതിൽ തൽപരരായി. നമ്മൾ കേവലം ക്ഷേത്രങ്ങളിൽ ഐകമത്യ പുഷ്പാഞ്ജലി കഴിക്കുന്നതിൽ ഒതുങ്ങി. ദൈവങ്ങളോട് പറയുക, നിങ്ങളൊക്കെ ഒന്നിച്ച് നടന്നോളൂ കിട്ടുക, നിങ്ങളൊക്കെ നല്ലോണം ഒന്നായിട്ട് പറഞ്ഞോളൂ കിട്ടുക എന്ന് അങ്ങോട്ട് പുഷ്പാഞ്ജലി കഴിക്കാറ്. പുഷ്പാഞ്ജലി വേണ്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് മനുഷ്യ സമൂഹത്തിന് നൽകിയ ഈ മഹാശയത്തെ നമ്മൾ വിസ്മരിച്ചു. ഫലമായിട്ട് അപചയം വന്നു, ദൗർബല്യം വന്നു, അടിമത്തം വന്നു. ഏതെല്ലാം പ്രകാരത്തിലുള്ള അടിമത്തങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വേദോപദേശത്തെ ഹൃദയത്തിലേക്ക് സമാവാഹിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഹൈന്ദവ ഏകീകരണത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഐക്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വേദമന്ത്രം ഓർമ്മിച്ചുകൊണ്ടേ നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സുഖദുഃഖ സമ്മിശ്രമാണ് മാനവന്റെ ജീവിതം. അല്ലാണ്ട് എപ്പോഴും സുഖാണ് എപ്പോഴും ദുഃഖാണെന്നല്ല, രണ്ടും കൂടി ചേർന്നാണ് അർത്ഥം. ആ സമയത്ത് സംയമനം പാലിക്കുക, അല്ലാണ്ട് ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്ത് ആത്മഹത്യയല്ല വേണ്ടത് എന്നർത്ഥം. അതാണ് ആസ്തിതോ ഗ്രഹമേധിയാൻ ധർമാൻ. അവ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അർത്ഥം. ആ സമയത്ത് അല്ലാത്ത പ്രവൃത്തിയിലേക്ക് പോയി ഇത്രയും ദുർലഭമായിട്ട് മോക്ഷപ്രദായകമായിട്ട് കിട്ടിയ മനുഷ്യന്മം തുലയ്ക്കല്ല വേണ്ടത് എന്ന് എത്ര മനോഹരായിട്ട് ശ്രീകൃഷ്ണൻ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. ഈശ്വരന്റെ സുഖദുഃഖങ്ങളില്ല, നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യ പദവി മനുവർത്തമാന അവിടുന്ന് പഠിപ്പിക്കുകയാണെന്ന് അർത്ഥം.
അപ്പൊ നോക്കൂ, സന്തതി ഉണ്ടാവാണ്ടിരിക്കുക, ഉണ്ടാവുക, നഷ്ടപ്പെടുക, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്, അല്ലാതെ കണ്ട് മറ്റൊന്നല്ല. ഇതേപോലെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മനുഷ്യ ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട് ഭഗവാൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വർത്താണ്. ഇന്നിപ്പോ കുടുംബ ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ല, അച്ഛനായിട്ടുമില്ല അമ്മയായിട്ടുമില്ല. ആ നിലയ്ക്ക് അതിൽ അമ്മയുടെ വീടായിട്ടും അച്ഛന്റെ വീടായിട്ടും ഒന്നുമില്ല. പഠിത്തം കഴിഞ്ഞു, ജോലി കിട്ടി, എവിടെയോ പോയി കുറെ പൈസ ഉണ്ടാക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നല്ലാണ്ട് ആ ബന്ധങ്ങൾക്ക് ഒരു പ്രസക്തി കൊടുക്കണില്ല. അതാണ് സമൂഹത്തിൽ ഇത്രമാത്രം അനർത്ഥങ്ങൾ വരാൻ കാരണം. അങ്ങനെയല്ല വേണ്ടത് എന്ന് സന്ദേശം നൽകുന്ന ചരിത്രം ശ്രീകൃഷ്ണന്റെ ദ്വാരകാലികയിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ പറയുന്നുണ്ട്. അനിരുദ്ധ വിവാഹം പറയുമ്പോ അത് വേദവ്യാസൻ എടുത്തു പറയുന്നുണ്ട്. അനിരുദ്ധൻ വിവാഹം ചെയ്ത ആരെയാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ വെറുത്ത രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മിണിയുടെ മരുമകളെ അനിരുദ്ധൻ വിവാഹം ചെയ്തു. രോചനയെ അനിരുദ്ധൻ വിവാഹം ചെയ്യാൻ. അപ്പൊ ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ വെറുത്ത ആളാണ് രുക്മി. ആ രുക്മിയുടെ മരുമകളെയാണ് തന്റെ മരുമകൻ ഇഷ്ടപ്പെടുന്നത് എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ എന്താ ഉണ്ടായത്, ശ്രീകൃഷ്ണൻ എന്താ ഉണ്ടായത്, പഴയ വൈരം കൊണ്ടു നടക്കലാണ് ഉണ്ടായത്. നേരെ മറിച്ച് ഈ വിവാഹത്തിൽ കൂടിയിട്ട് ആ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണം, കുടുംബങ്ങൾ തമ്മിൽ അടുക്കണം എന്ന് നിശ്ചയിച്ച് വളരെ ദയമായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. നമ്മളാണ് എന്താ പറയണ്ടാവുക, പഴയ വൈരം കൊണ്ടു നടക്കല്ലേ ഉണ്ടാവുക. അങ്ങനെയല്ല, സന്ദർഭം അനുസരിച്ചുകൊണ്ട് മറക്കേണ്ടത് മറക്കണം. മനുഷ്യ ആസ്തിതോ ഗ്രഹമേധിയാൻ ധർമാൻ ലോകഗുരു ഹരി എന്ന് പഠിപ്പിക്കുകയാണ് ഭഗവാൻ. എന്താ അത് പണ്ടുണ്ടായ രസമായിട്ട് പറയാനുണ്ട്. കാരണവര് മരിക്കാനായിട്ട് കിടക്കാത്ത എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ അല്ല. ഈ മധുകൈർവന്മാരെ കഥ എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്വന്തരങ്ങൾ ഒരുപാടുണ്ടായി. മന്വന്തരങ്ങളുണ്ടായി, നമുക്ക് കൽപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 71 ഒരു മന്വന്തരം കഴിയുമ്പോഴത്തേക്ക് ഒരു കൽപ്പം ഉണ്ടാകും. അങ്ങനെ 36,000 കൽപ്പം കഴിയുമ്പോൾ മാത്രമേ ഭഗവാൻ സംഹാര രുദ്രനായിട്ട് മാറുന്നുള്ളൂ, സംഹാരം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇതിനിടയ്ക്കുള്ള അവസ്ഥയിൽ എവിടെയോ വെച്ചാണ് ഈ ജലന്ധരാഷ്ട്രങ്ങളുടെ യുദ്ധവും. അത് ആദ്യമാവാം, അതിന് ശേഷമാവാം മധുവേടവന്മാരെ കഥ. അതായത് അപ്പോഴ് ഈ മധുവേടവന്മാരുടെ കഥ നടക്കുമ്പോഴത്തേക്കെല്ലാം തുളസിയായി കഴിഞ്ഞിരുന്നു വൃന്ദ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മധുവേടവന്മാർക്ക് മുമ്പാണ് ജലന്ധരാഷ്ട്രത്തിന്റെ സംഭവം എന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് തിരുവയുഗത്തിന് ഈ 71 ചതുർയുഗത്തില് ഏത് മന്വന്തരത്തിൽ വേണോ ഇതാവാം. അപ്പോ സുദർശനേശ്വരം ഭഗവാൻ സിദ്ധിക്കുന്നത് ഏത് മന്വന്തരത്തിലാണെന്ന് നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് ഈ കഥയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ജലന്ധരാഷ്ട്രത്തിന്റെ കഥ സുദർശനേശ്വരം ഭഗവാൻ കൊടുക്കുന്നത് എല്ലാം തള്ളിക്കളയാൻ നോക്കൂല. പക്ഷെ മധുവേടവന്മാരെ ഇതും പറയാം. പക്ഷെ കാലത്തിന്റെ ആ വ്യത്യാസം, ഈ ജലന്ധരാഷ്ട്രത്തെ കൊല്ലുന്ന ആ ഒരു സംഭവം നടന്നത് മധുവേടവന്മാരുടെ സംഭവത്തിന് മുൻപായിരിക്കാം. അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ പുരാണം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാലഗമന. ഇതിൽ എപ്പോഴാണ് ഈ സംഭവം നടന്നെന്നുള്ളത് അറിയാൻ പറ്റില്ല. അതായിരിക്കും, അത് തന്നെയാണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇതാണ് എന്റെ അവസ്ഥ. പെരുവാരത്തപ്പനെ നമസ്കരിച്ചുകൊണ്ട് പെരുവാരത്തെ ഭക്തജന സംഘം ഒരുക്കുന്ന ഈ മണ്ഡലക്കാലത്തെ പ്രഭാഷണ പരമ്പരയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുകയും ഇന്ന് പ്രത്യേകം ഈ വിഷയത്തോടുള്ള താല്പര്യം നിൽക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകം വന്നെത്തുകയും ചെയ്ത എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. അതോടൊപ്പം വളരെ മനോഹരമായി സ്തുത്യർഹമായി ഈ ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടകർക്ക് എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഇവിടെ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് മണ്ഡലകാല വ്രതവും മനോവിനിയോഗവും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ്.
സ്വാകാരം ദീപ്യതേ മുഖേ മകാരം തു ശിവം പ്രോക്തം. മകാരം ശുദ്ധം എന്നുള്ളതായ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മംഗളകർമ്മം ചെയ്യുന്നവനായ ശിവനെ പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെയോ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ശിവം എന്നുള്ളതായ വാക്കിനെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രളയകാലത്ത് ജഗത്ത് ഭഗവാനിൽ ലയിക്കുന്നത് കൊണ്ട് ശിവൻ എന്നുള്ളതായ അർത്ഥം വരുന്നു. ശകാരം നിത്യമായ ആനന്ദത്തെയും വികാരം പരമപുരുഷനെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്ന് നാം ഓർമ്മിക്കുക. പറഞ്ഞു വരുന്ന എന്താ? മകാരം ശിവം പ്രോക്തം വികാരം ശക്തിരുച്യതേ. ഈ എന്ന് പറയുന്നത് ശക്തിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ശിവ എന്നുള്ളതായ പദത്തിനെ അത് ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നത് ഈ ശി എന്നുള്ളതായ വള്ളിയാണ്. ശിവം എന്നുള്ള വാക്കിൽ നിന്നും ആ വള്ളി മാറ്റിയാൽ എന്തായി മാറി? ശവം എന്നായി മാറിയില്ല. അപ്പോൾ ആ ശവത്തിന് ശക്തി നൽകുന്നത് ആരാണ്? വള്ളിയാണ്, ദേവിയാണ്. ശിവശക്തിയായ അപ്രത്യക്ഷമാവുകയാണ്. പിന്നീട് സാധാരണ പോലെ അല്ല ഉണ്ടായത് എന്ന് കൂടി പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? ഒരു ഗരുഡൻ കൂടി വന്നു. ആ ഗരുഡന്റെ പുറത്ത് ഇപ്പോഴും ഭഗവാനെ പോലെ തന്നെ സാരൂപ്യമേകിയിട്ടാണുള്ളത്. സാരൂപ്യം എന്നാണ് പറയേണ്ടത്. കാരണം പീതാംബര പട്ടോട് കൂടിയിട്ട് വിഷ്ണു ഭഗവാൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെയുള്ള രൂപത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഗജേന്ദ്രനെ കൈപിടിച്ച് ഈ താമര പൊയ്കയുടെ ആ സമീപത്ത് വെച്ച് തന്നെ ഗരുഡന്റെ പുറത്ത് കയറ്റി ഭഗവാനെ നോക്കിക്കൊണ്ട് ഈ ഭക്തനെ നോക്കിക്കൊണ്ട് ഭഗവാനും രണ്ടുദാക്ഷന്മാരിലേറി രണ്ടുപേരുമോപ്പം അല്ലലഞ്ഞേ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീല ആകാശത്തിലേക്ക് അങ്ങനെ ഉയർന്നു പൊങ്ങി അങ്ങനെ സാരൂപ്യം നൽകിയിട്ട് ഭഗവാനോടൊപ്പം കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യത്തിലേക്ക് ഒരു കാട്ടാനയെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്ദ്രദ്യുമ്നായിട്ടുള്ള ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഭക്തിയുടെയും നാമജപത്തിന്റെയും സഹസ്രനാമജപത്തിന്റെയും ഉപാസനയുടെയും ഫലം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. ഈ സ്തോത്രം ജപിക്കുക. അതിവിശേഷപ്പെട്ട 33 ശ്ലോകങ്ങളുള്ള ഈ സ്തുതിയുള്ള അധ്യായം നിത്യേന ജപിക്കുന്നത് വളരെ 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 ശ്രേഷ്ഠമാണ്. അതിന് ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് വേണ്ടി വരും. അത് സാധിക്കാത്തവര് ചുരുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാരായണീയത്തിലെ ആ 10 ശ്ലോകം 26ാമത്തെ ദശകം ജപിച്ചാലും ശ്രേഷ്ഠമാണ്. അതും സാധിക്കാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവാറില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ശ്ലോകവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുംഭീന്ദ്രൻ പോയി ത്രികൂടാചല സരസിമുദാ പണ്ട് അഗസ്ത്യസ്യ ശാപൻ പിൻകാലിന്മേൽ കടിച്ചാൻ മുതല കടിവിടാണ്ട് 1000 ആണ്ടുഴന്നാൻ അന്നേരം പോന്നു വന്നു മുരരിപുകരുടാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന് ആ കരിവരന് അഥ സായുജ്യമേകി മുകുന്ദൻ എന്ന വിശേഷപ്പെട്ട ആ ഒരു ശ്ലോകം കൂടി ഓർമ്മിക്കുക. ഒറ്റ ശ്ലോകത്തിലുള്ള ഗജേന്ദ്ര മോക്ഷമാണ്. എന്നാ നമുക്ക് സമയായും തോന്നുന്നു. ഗജേന്ദ്ര മോക്ഷം എന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കഥാഭാഗം ചുരുക്കിയിട്ട് ഈ മണ്ഡലകാലത്ത് ഭഗവാന്റെ ശ്രീധർമ്മശാസ്താവിന്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും വ്രതവും അങ്ങനെ അലേടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെരുവാരത്തപ്പന്റെ സന്നിധിയിൽ ഒന്ന് ഒത്തുകൂടാൻ, വിദൂരത്തിലാണെങ്കിലും അകലെയാണെങ്കിലും അടുത്താണെന്ന് തോന്നിക്കുന്ന തരത്തില് ആ ഭഗവാന്റെ കാരുണ്യവും അത്രയും വലുതാണെന്നാണ്. കാരണം ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതി വിഭൂഷണം. അതിഗംഭീരമായ ഒരു ഗാനസദ്യ ശ്രീ അനിൽകുമാർ പറവൂർ നമുക്ക് തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭക്തിനിർഭരമായ 3-4 ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായി. ജന്മത്തിൽ നീലയെടുത്തു എന്നുള്ള ഗാനം, തമിഴ് ഗാനവും ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ആസ്വദിച്ചു. അതിനുശേഷം നമ്മളിപ്പോ ഉപസംഹരിക്കപ്പെട്ട പ്രഭാഷണം ശ്രീമാൻ ഇടമന വിനോദ് നമ്പൂതിരി അവരുടെ പാലാഴി മഥനം എന്ന വിഷയമായിരുന്നു. പാലാഴി മഥനം കഥ ധാരാളം നമ്മള് പ്രഭാഷണത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രഭാഷണത്തിൽ. പക്ഷെ പാലാഴി മഥനത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക്, ഒരുപാട് തത്വ സിദ്ധാന്ത ദർശനങ്ങളിലേക്ക് നമ്മെ നയിച്ച
ശ്രീ വിനോദ് നമ്പൂതിരിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ഈ വചനസമിതി. അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്ദാസ്തുതികൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് ഭഗവത്ഗീതയിലെ ആ സ്ഥിതപ്രജ്ഞത്വം എന്ന തത്വമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുകയാണ്. പാലാഴി മഥനം അദ്ദേഹം പറഞ്ഞതുപോലെ ദേവന്മാരും അസുരന്മാരുമാണ് അതിന്റെ ക്രെഡിറ്റ് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം ദേവന്മാരും അസുരന്മാരും തമ്മിലാണ് പാലാഴി മഥനം നടത്തിയത് എന്നുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ആഴങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ഭഗവാന്റെ ഒരു ലീലാവിലാസമായിട്ടത് മാറ്റി അതിൽ തന്നെ നമുക്കറിയാവുന്നത് പോലെ മന്ദരപർവ്വതത്തില് ഭഗവാന്റെ കറങ്ങാനുള്ള ചലനാത്മകമായ ശക്തിയും ദേവന്മാരിലും അസുരന്മാരിലും ആ പാലാഴി കടയാനുള്ള ശക്തിയും കടയാനുള്ളൊരു ശക്തിയും കൂടെ നമുക്ക് ആ മഥനത്തിലുണ്ട് എന്നുള്ള സത്യത്തിൽ പുതിയ അറിവായിരുന്നു. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ വിനോദ് നമ്പൂതിരി അവരുടെ പാതാരബിന്ദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. വളരെ ഗംഭീരമായ ഒരു അറിവാണ് നമുക്ക് തന്നത്. അത് പോസ്റ്റ്മാന്റെ ജോലിയാണ് ഈ ജന്മത്തിൽ നമുക്കുള്ളൂ എന്നുള്ളത് കർമ്മഫലത്തിന്റെ അനുസൃതമായിട്ടുള്ള ഒരു അവതരണം. വളരെ അതെ അതെ, അത് വളരെ കറക്റ്റാണ്. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രഭാഷകനാണ്. ഞാൻ അങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വെളുത്താട്ടമ്പലത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിനോദ് കുമാര ശർമ്മയുടെ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഏതായാലും വളരെ സന്തോഷവും വളരെ നിറഞ്ഞൊരു സന്ധ്യയായിട്ട് ഇത് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. കാരണം ഒരു തട്ടും തടവുമില്ലാതെ വളരെ ഒഴുക്കോടെ ഒട്ടും ബോറടിയില്ലാതെ ആശയങ്ങളുടെ കൃത്യമായ സംവേദനം, കൃത്യമായ ആശയങ്ങൾ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവം വളരെ ജീവിതം തന്നെ അവിടത്തേക്കുള്ള നൈവേദ്യം. അപ്പൊ ഇവിടെ പ്രസാദം നമ്മൾ നിവേദിച്ചു കഴിഞ്ഞാൽ പ്രസാദം കിട്ടും അല്ലെ? അങ്ങോട്ട് കൊടുക്കുന്നത് പഴമാണെങ്കിൽ നമ്മൾ അതിന് നിവേദ്യം എന്നാ പറയുന്നത്. ഇങ്ങോട്ട് തരുന്നതും അതേ പഴമാണെങ്കിൽ ഒരു പ്രസാദം എന്നായി പേര്. പ്രസാദം എങ്ങനെ കഴിക്കേണ്ടത്? കുറ്റം പറയാതെ പങ്കുവെച്ച് കഴിക്കണം അല്ലെ? അപ്പൊ എന്താ ഏറ്റവും വലിയ പ്രസാദം? മനഃപ്രസാദം. മനഃപ്രസാദം. മനസ്സെപ്പോഴാ പ്രസാദിക്കുക? ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, അറിയേണ്ടതിനെ അറിഞ്ഞു, ജീവിക്കേണ്ടത് ജീവിച്ചു എന്നുണ്ടാവുമ്പോൾ മനഃപ്രസാദം കിട്ടും. അപ്പൊ ഭഗവാന്റെ എല്ലാ ഉത്തമ ഉപകരണങ്ങളായി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട. രാമായണത്തിലെ പ്രധാനപ്പെട്ട സ്തുതികളൊക്കെ എടുത്ത് നമുക്കറിയാം. ഭാഗവതത്തിലെ അതെ, രാമായണത്തിൽ നമുക്ക് പല പല രീതിയിലെ സ്തുതികൾ ഉണ്ടെങ്കിൽ എല്ലാവരും, എല്ലാ നല്ല ഭക്തന്മാരും പറയുന്നത് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറയുമ്പോ എന്താ പറയുന്നത്? ഭാഗവതത്തിലായാലും രാമായണത്തിലായാലും ഒന്നും വേണ്ട, ഭഗവാന്റെ പാദത്തില് അചഞ്ചല ഭക്തി ഒന്ന് മാത്രം മതി. ആ ഭക്തി ഒന്ന് മാത്രം കൊണ്ട്, ആ ഭക്തി നൗകയാണ്, സംസാര സമുദ്രത്തിനെ തരണം ചെയ്യാനുള്ള ഒരു തോണിയാണ്. ഈ തോണിയുടെ ഇരുന്നാ മതി. അത് വിട്ടുതരാൻ പറയാം. ആ തോണിയുടെ ഐശ്വര്യം അല്ലെ, ഭഗവാൻ എങ്ങനെ തുഴക്കാരനാവാം, തുഴയട്ടെ. അപ്പൊ നമ്മൾ അതിലിരുന്ന് വെട്ടാൻ മതി. അങ്ങനെ നമുക്ക് അനായാസം ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മള് ഭക്തനാണ്. ഇതാണ് ഭക്തി കൊണ്ടുള്ള യോഗം. ഈ യോഗം അല്ലെങ്കിൽ നമ്മളൊരു യോഗം വരട്ടെ, അതിനൊരു യോഗം വേണ്ടേ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിവെക്കാനില്ല. എപ്പോഴും നമ്മള് ആ ഭഗവാന്റെ സ്മരണയോടുകൂടി, ഒറ്റ വാക്കില് പറഞ്ഞാൽ എന്താ ഭക്തി? സ്മരണം. യസ്യ സ്മരണ മാത്രേണ ജന്മസംസാര ബന്ധനാ വിമുച്യതേ. നമസ്തസ്മൈ തസ്മൈ നമ. ആ ഭഗവാന് നമസ്കാരം. ഒരു വരിയും കൂടെ പറഞ്ഞിട്ട് നിർത്താം. നാരദ മഹർഷിയുടെ അഭിപ്രായത്തില് എന്താണ് ഭക്തി? തദർപ്പിത അഖിലാചരത തദ് വിസ്മരണേ പരമവ്യാകുലത. അല്ലാതെ ഭക്തൻ എപ്പോഴും ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല. എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യുന്നു, യജ്ഞ കർമ്മ കർമ്മം, അതെല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്യുക. ഒരു നിമിഷമെങ്കിലും ഭഗവാനെ വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ വിഷമം തുടങ്ങും, പരമവ്യാകുലത. ഞാനിന്ന് 5 മിനിറ്റ് ഭഗവാനെ ഓർത്തു എന്നല്ല, ഞാൻ 5 മിനിറ്റ് മറന്നല്ലോ എന്ന് വേദം തോന്നുന്നു. അതിനാണ് ഗോപികമാരുടെയും അതുപോലെ ഹനുമാൻജിയുടെ ഒക്കെ ഉദാഹരണം പറയുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പണം കൊണ്ട് ചെയ്യാം. അത് കിട്ടുന്ന ഫലം പ്രസാദമായിട്ട് എല്ലാവർക്കും പങ്കിട്ടുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. അങ്ങനെ നല്ല വ്യക്തികളായി, നല്ല പൗരന്മാരായി, നല്ല മാതാപിതാക്കളായിട്ട് നമുക്ക് ഈ സമൂഹത്തിനെയും നല്ല ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമുണ്ട്. അപ്പോഴാണ് നമ്മള് ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരാകുന്നത്.
അതുപോലെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആസ്വദിക്കാനും അതിലൂടെ നമ്മുടെ സാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ ഇത്രയും സമയം ഭഗവത് സ്മരണകളോടുകൂടി നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ അവസരം തന്നതിൽ സംഘാടകരോട് ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവർക്കും, എല്ലാവരുടെ കുടുംബത്തിനും ഭഗവാന്റെ ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതി ദേവിയുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം.